ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് FDGT ഫാഷൻ ഡിസൈൻ കോഴ്സ് 2024-25 പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതുപോലെ ആ കോഴ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെ ഒരു വിശദീകരണമാണ് ഞാൻ ഇവിടെ നൽകുന്നത്. 3/9/2024 മുതൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 3/9/2024 മുതൽ 10/9/2024 വരെ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം നൽകുന്നത്. അതുപോലെ 11/9/2024 ക്ലാസ് ആരംഭിക്കുന്നത്. അവ നേരത്തെ ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ നിർബന്ധമായും കാണുക. അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് അതിൽ നിന്നും ലഭ്യമാകും. ഇനി ഈ വർഷം നിങ്ങൾക്ക് കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ നേരത്തെ തന്നെ കോഴ്സിലെ സബ്ജക്റ്റുകളും മറ്റും അറിഞ്ഞിരിക്കുകയും അത് പഠിച്ചെടുക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കാണുന്ന കോളത്തിൽ 1ാം വർഷത്തെയും 2ാം വർഷത്തെയും സബ്ജക്റ്റുകളാണ്. അതുപോലെ അതിന് നേരെ കാണുന്നത് സബ്ജക്ട് കോഡുമാണ്. അപ്പോൾ 1ാം വർഷത്തെ സബ്ജക്ട്സ് നമുക്കൊന്ന് പരിശോധിക്കാം. സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി, സ്കീം ഓഫ് എക്സാമിനേഷൻ ആൻഡ് എവല്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ. അതിൽ 1ാമത്തെ സബ്ജക്റ്റ് ആണ് ടെക്സ്റ്റൈൽ സയൻസ്, FDGT 1731. ഇതൊരു തിയറി പേപ്പറാണ്. ബുക്സ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ റിട്ടേൺ എക്സാമായി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി എക്സാം എഴുതേണ്ടതുണ്ട്. 2ാമത്തെ സബ്ജക്റ്റ് ആണ് ബേസിക് പാറ്റേൺ മേക്കിംഗ്, FDGT 1732. ബ്രൗൺ ഷീറ്റിൽ കൃത്യമായ അളവുകളും അതുപോലെ തന്നെ അതിന്റെ നിയമങ്ങളും ഒക്കെ എഴുതി വെച്ച് കൃത്യമായി അത് വെട്ടിയെടുക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് പാറ്റേൺ മേക്കിംഗ്. അത് കൃത്യമായി ബേസിക് ആയി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. 3ാമത്തെ സബ്ജക്റ്റ് ആണ് ബേസിക് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ, FDGT 1733. നേരത്തെ പാറ്റേൺ മേക്കിംഗിൽ രേഖപ്പെടുത്തിയ ആ അളവുകൾ വെച്ച് നിങ്ങൾ ക്ലോത്തിൽ അളവ് കൃത്യമായി രേഖപ്പെടുത്തി വെട്ടിയെടുക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണിത്. ബേസിക് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ബേസിക്കായി സ്റ്റിച്ചിങ് പഠിക്കാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക്കായി ആർക്കും സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറഞ്ഞ് കോഴ്സിന് ചേരാതിരിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായി തന്നെ കോഴ്സിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാം. 4ാമത്തെ സബ്ജക്റ്റ് ആണ് സർഫേസ് ഓർണമെന്റേഷൻ ടെക്നിക്സ്, SOT, FDGT 1734. ഇതിൽ SOT അഥവാ ഇതിൽ എംബ്രോയിഡറി ആണ് പഠിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കലാപരമായി മികച്ച രീതിയിലുള്ള എംബ്രോയിഡറി ഒക്കെ വ്യത്യസ്തമായ സ്റ്റിച്ചുകളിൽ പഠിച്ചെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് വലിയൊരു അവസരം കൂടിയാണ്. അടുത്ത സബ്ജക്റ്റ് ആണ് 5ാമത്തത് ഫാഷൻ ഇല്ലുസ്ട്രേഷൻ, FDGT 1735. അഥവാ നിങ്ങൾക്ക് ആർട്ട്പരമായ വിഷയങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന സബ്ജക്റ്റ് കൂടിയാണിത്. നിങ്ങളുടെ ബേസിക് ആയി ആർട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്റ്റെപ്പായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് 6ാമത്തെ സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിലെ അവസാന സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽസ് 1, FDGT 1736. ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് കൂടി ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് വിഷയമാണ് ഇതിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സുകൾ ഇവിടെ അവസാനിച്ചു. ഇനി സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സ് ആണ് പറയുന്നത്. സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി, സ്കീം ഓഫ് എക്സാമിനേഷൻ എവല്യൂഷൻ ഫോർ ദ സെക്കൻഡ് ഇയർ. ഫസ്റ്റ് സബ്ജക്ട് ഫാഷൻ ബിസിനസ് ആൻഡ് ഫണ്ടമെന്റൽ ഓഫ് അപ്പാരൽ പ്രൊഡക്ഷൻ, FDGT 1741. ഇതിൽ തിയറിയാണ് പഠിപ്പിക്കുന്നത്. ഇതിനൊരു ബുക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ പോലെ ഇതിലും ഒരു തിയറി എക്സാം അഥവാ റിട്ടേൺ എക്സാം. ഇതിൽ നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഫാഷൻ ഡിസൈൻ മേഖലയുടെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 2ാമത്തെ സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് പാറ്റേൺ മേക്കിംഗ്, FDGT 1742. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ മേക്കിംഗ് വിഷയമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ബേസിക്കായി നേരത്തെ ഫസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചു. അതിന്റെ തുടർച്ചയായി 2ാമത്തെ വർഷവും ഇതിൽ പഠിപ്പിക്കുന്നു. 3ാമത്തെ സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ അഥവാ FDGT 1743. ഇതിലും ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ആണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കുന്നതിന്റെ സ്റ്റിച്ചിങ് തുടർച്ചയാണ് ഇതിലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നത്. അതുപോലെ ഡ്രസ്സിങ്ങും മറ്റും നിങ്ങൾക്ക് ഒന്ന് ഡീപ്പായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോച്ചിങ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ്. കമ്പ്യൂട്ടറിലൂടെ ഡിസൈൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഇത്. അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ക്ലാസ്സിൽ LCD പ്രദർശനം നൽകി അതിലൂടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സബ്ജക്ട് ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽസ് സെക്കൻഡ്, FDGT 1745. ഫസ്റ്റ് ഇയറിലെ ഇംഗ്ലീഷിന്റെ ഒരു കണ്ടിന്യൂ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നുകൂടി ഡീപ്പായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരം ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സബ്ജക്ട് ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ്, FDGT 1746.
ഇതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് 45 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ നാടിനടുത്തോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നാടുകളിലോ 45 ദിവസത്തെ ഒരു പരിശീലനം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ്. അത് നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഈ ഫാഷൻ മേഖലകളിലെ വൈവിധ്യമായ വിഷയങ്ങളെ മനസ്സറിയാനും തൊട്ടറിയാനും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സബ്ജക്ട് പ്രൊജക്ട് വർക്ക് FDGT 1747. ഇതൊരു പ്രൊജക്ട് വർക്കാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. ഒരു ഡ്രസ്സിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അതിൽ കൂടുതൽ ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്ത് അതുപോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ ഇതിനോടൊപ്പം നിങ്ങൾ തയ്യാറാക്കി അത് ടീച്ചേഴ്സിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇത് അതിവിദഗ്ധമായ ഒരു സബ്ജക്റ്റാണ്. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിലെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ജോലി സംബന്ധമായും അതുപോലെ ഇന്റർവ്യൂവിനും മറ്റും നിങ്ങൾക്കിത് ആ പോർട്ട്ഫോളിയോ സമർപ്പിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വലിയ മികവുറ്റതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റ് കൃത്യമായും ഭംഗിയിലും വൃത്തിയായി തയ്യാറെടുത്ത് ചെയ്ത് നിങ്ങളത് സമർപ്പിക്കുക. അത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1-ാം വർഷം 6 സബ്ജക്റ്റും 2-ാം വർഷം 7 സബ്ജക്റ്റുമാണ് നിങ്ങൾക്കുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വിശദാംശങ്ങളും മറ്റു വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വാച്ചിങ് വീഡിയോ.